ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കോന്നി കല്ലേലി വഴി ശ്രീ ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് അതിന് തൊട്ടപ്പുറത്തുള്ള സ്ഥലമായ കൊക്കാത്തോടിലേക്കുമാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഈ യാത്രയിൽ നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് നല്ല വിഷ്വൽസ് ലഭിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളെല്ലാം കൂടെ ചേർത്തൊരുക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പ്രവേശിക്കുന്നതാണ് ആനന്ദപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ ട്രാഫിക് സിഗ്നലിൽ നിന്ന് നമുക്ക് വലത്തേക്കാണ് പോകേണ്ടത്. ആ ട്രാഫിക് സിഗ്നലിൽ തന്നെ ഐ ലവ് അടൂർ എന്നെഴുതിയ ഒരു ബോർഡ് നമുക്ക് കാണാം. ഈ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്തതായി വരുന്ന ടൗണാണ് അടൂർ ടൗൺ. അവിടെ നിന്നും നമുക്കിതുപോലെ വലത്തേക്കാണ് പോകേണ്ടത്. ഇതാണ് അടൂർ ടൗൺ. ഇവിടുന്ന് നമുക്ക് നേരെ പോയിട്ട് വലത്തേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോകുന്ന വേളയിൽ നമുക്ക് കിട്ടിയ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഒരു പാടം മുഴുവൻ മഞ്ഞ് വ്യാപിച്ച് കിടക്കുകയാണ്. രാവിലത്തെ മൂടൽ മഞ്ഞ്, അതിൻ്റെ കൂടെ തന്നെ ഉദയസൂര്യൻ്റെ ഭംഗിയുമുണ്ട്. ഇതാണ് ചന്ദനപ്പള്ളി. ഇവിടുത്തെ മനോഹരമായ ഒരു ദേവാലയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളങ്ങനെ കോന്നിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് കോന്നി എക്കോ ടൂറിസം. രാവിലെ ആയതിനാൽ ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നമുക്ക് ഊരാളി അപ്പൂപ്പൻകാവിലേക്കുള്ള ബോർഡ് കാണാം. ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചുറ്റും നമുക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾ കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വളരെ പഴക്കം ചെന്ന തേക്കിൻ മരങ്ങളാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് വലത്തേക്ക് വാകയാറിലേക്കും ഇടത്തേക്ക് അച്ചൻകോവിൽ, കൊക്കാത്തോട് എന്നീ സ്ഥലങ്ങളിലേക്കുമാണ് പോകാവുന്നത്. രാവിലത്തെ സൂര്യകിരണങ്ങൾ ചെടികളിൽ പതിക്കുമ്പോഴുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കല്ലേലി ജംഗ്ഷനിലാണ്. ഇവിടുന്ന് നേരെയാണ് കല്ലേലി അപ്പൂപ്പൻകാവിലേക്കുള്ള വഴി. ഒരുപാട് കൃഷിസ്ഥലങ്ങൾ നമുക്കിവിടെ കാണാം. രാവിലെ ആയതിനാൽ നല്ല ഭംഗിയുണ്ട് എല്ലാ കാഴ്ചകൾക്കും. ഇതാണ് ഞാവനാൽ ചെക്ക് പോസ്റ്റ്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതായത് അച്ചൻകോവിൽ വനത്തിലേക്കുള്ള റൂട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രത്യേകം പെർമിഷൻ എടുക്കണം. ഈ കാണുന്നത് മറ്റൊരു ക്ഷേത്രമാണ്. ഇതാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. നമ്മളങ്ങനെ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ബൈക്ക് പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളും ക്ഷേത്രത്തിനകത്തേക്ക് കയറി.
ക്ഷേത്രത്തിനുള്ളിൽ നല്ല തിരക്കുണ്ടായതുകൊണ്ടും പിന്നീട് പൂജകൾ നടക്കുന്നതിനാലും നമ്മൾ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങൾ കൂടുതലും പകർത്തിയിട്ടില്ല. ക്ഷേത്രത്തിനൊരു കാവലെന്നോണം ഇവിടെ ചുറ്റും ഒരുപാട് വാനരന്മാരുണ്ടായിരുന്നു. അച്ചൻ കോവിലാറിന് സമീപത്തായാണ് ഈ കാനന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൊക്കാത്തോടേക്ക് യാത്ര തുടർന്നു. കാടിൻ്റെ രാവിലത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ടും ഈ നിശബ്ദമായ ഒരു ആംബിയൻസിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ റോഡിൻ്റെ ചില സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ ചെറിയ ചെറിയ കുഴികളും മറ്റുമുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് പഴയതും പുതിയതുമായ ഫോറസ്റ്റ് കെട്ടിടങ്ങൾ നമുക്ക് കാണാം. റോഡിനിരുവശവും മരങ്ങൾ മുറിച്ച ശേഷം തടികൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് അച്ചൻകോവിൽ കാനനപാത. ഇവിടേക്ക് പോകാൻ നമുക്ക് പ്രത്യേകം പെർമിഷൻ എടുക്കണം. ഇതാണ് കല്ലേലി പാലം. അച്ചൻകോവിലാറിന് കുറുകെ കോന്നി കല്ലേലി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. നല്ല കടുത്ത വേനലായതിനാൽ ഏകദേശം വറ്റിയ നിലയിലാണ് അച്ചൻകോവിലാറ് കാണപ്പെടുന്നത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബൈക്കിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കൊക്കാത്തോടിലേക്ക് യാത്ര തുടർന്നു. ഇവിടെ നിന്ന് കാടിനകത്തേക്ക് ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ഈ ഒരു കാഴ്ചയ്ക്ക് ശേഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ച് നല്ല കാഴ്ചകൾ ലഭിച്ചത്. അങ്ങ് കുറച്ച് ദൂരെയായി ഒരു മലയുടെ മുകളിൽ ഏകദേശം 9 കാട്ടാനകൾ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം അതിലൊരു കുട്ടി ആനയും ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരെ ആയതിനാൽ നമ്മൾ വളരെ സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. രാവിലത്തെ ഈ ഇളം വെയിലിൽ അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് അവരുടെ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം അവർ പതിയെ കാടിനുള്ളിലേക്ക് കയറി തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നത്. വീണ്ടും കൊക്കാത്തോടിലേക്ക് യാത്ര തുടർന്നു.
ഉള്ളിലേക്ക് പോകുന്തോറും ഇനിയും മറ്റെന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു പാലമാണ്. കൊക്കാത്തോട് നിന്നും തിരിച്ചു വരുന്ന വഴി കണ്ട വളരെ ഭംഗിയുള്ള ഒരു വലിയ മരമാണിത്. നമ്മൾ നേരത്തെ കണ്ട ആ ആനക്കൂട്ടം തിരിച്ച് അതുവഴി കല്ലേലി പാലത്തിന് താഴെ വന്നിരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച കൂടെ ലഭിച്ചു. ഒരു കൂട്ടം പശുക്കൾ നാട്ടിൻപുറത്തുള്ളത് തന്നെയാണ്. അതിങ്ങനെ കല്ലേലി പാലത്തിലൂടെ നടന്നു പോവുകയാണ് കൂട്ടമായി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.